സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയെന്നോണമായ സൗഖ്യദായകമായ കുദാശ എന്നറിയപ്പെടുന്ന രോഗീ ലേപനത്തെക്കുറിച്ചാണ്. ഈ ചർച്ചയ്ക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്ന അഭിവന്ദ്യ പാമ്പ്ളാനി പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കുന്നതിനായി തങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കടുമേനി സെൻറ് മേരീസ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഏറ്റവും ഹൃദയപൂർവ്വമായ സ്വാഗതം ആശംസിക്കുന്നു. ചോദ്യം ആരാണ് ചോദിക്കുന്നത്? എൻ്റെ പേര് റോബിൻ, വീട്ടുപേര് തുണിയമ്പ്രാകുന്നൽ. പിതാവേ, ക്രിസ്തീയ ജീവിതം സഹനം ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അനേകം വിശുദ്ധരും രക്തസാക്ഷികളും അതിന് ഉദാഹരണങ്ങളാണ്. അങ്ങനെയെങ്കിൽ രോഗീലേപനം എന്ന കൂദാശ നൽകുന്നതിലൂടെ സഹനങ്ങൾ ഏറ്റെടുക്കുക എന്നതിൻ്റെ മൂല്യം നഷ്ടമാകുന്നില്ലേ? യെസ്. ഇവിടെ റോബിൻ്റെ താടി പോലെ മനോഹരമായൊരു ചോദ്യമാണ് റോബിൻ ചോദിച്ചത്, അല്ലേ? താടി മനോഹരമാണെന്ന് ഇതിനു മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓ, ഇതിനെയാണ് യൂത്തിൻ്റെ ഭാഷയിൽ തള്ള് എന്നൊക്കെ പറയുന്നത്, അല്ലേ? ഏതാണെങ്കിലും റോബിൻ്റെ താടി മനോഹരം തന്നെ. അപ്പോൾ റോബിനെ ഈ പറഞ്ഞ ചോദ്യം, അതായത് സഹനത്തെ നിർവീര്യമാക്കുകയല്ലേ ചെയ്യുന്ന രോഗീലേപനം? അല്ല. രോഗീലേപനത്തിൻ്റെ ഒരു വലിയ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടർന്ന് സഹിക്കാനാണ് ദൈവം തിരുമനസ്സാകുന്നത് എങ്കിൽ ആ സഹനത്തെ ഈശോമിശിഹായുടെ കുരിശിലെ സഹനത്തോട് ചേർത്ത് സഹിക്കാനും കുരിശിൽ കിടക്കുന്ന ഈശോയോട് താതാത്മ്യപ്പെട്ട് സഹനത്തെ മനസ്സിലാക്കാനും ഒരു വ്യക്തിയെ പര്യാപ്തമാക്കുന്ന കൂദാശയാണ് രോഗീലേപനം. അതുകൊണ്ട് സഹനത്തെ അതിൽ തന്നെ ഒരു പുണ്യമായിട്ട് സഭ കരുതുന്നുവോ എന്ന് ചോദിച്ചാൽ, സഹനം അതിൽ തന്നെ ഒരു പുണ്യമല്ല, മറിച്ച് എന്തിനു വേണ്ടി ഞാൻ സഹിക്കുന്നു, അതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ അമ്മമാർ കൊച്ചിന് പനി വന്നു, അല്ലെങ്കിൽ കൊച്ച് നിലവിളിച്ച് കാറുന്നു, കൊച്ചിനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൊണ്ടുവന്ന് കടത്തിയേക്കാണ്. ഡോക്ടർ പറഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കണം, കൊച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോൾ ഉണ്ടാകരുത്, അനങ്ങാതെ കൊച്ചിനെ കടത്തണം എന്നൊക്കെ പറയുമ്പോൾ അമ്മമാർ ഉറക്കൊഴിച്ച് കൊച്ചിന് കാവലിരിക്കും. ശരിയല്ലേ? അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്? അതൊരു സഹനമാണ്. ചുമ്മാ ഇരുന്ന് ഉറക്കളയ്ക്കുന്നതിൽ പുണ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതേസമയം ഒരു കുഞ്ഞിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി അമ്മ ഉറക്കളച്ചിരിക്കുന്നതിൽ പുണ്യമുണ്ട്. ശരിയല്ലേ? അതുപോലെയാണ് എല്ലാ സഹനത്തിൻ്റെയും അർത്ഥം. വെറുതെ കിടന്നങ്ങ് സഹിക്കുന്നത്, പ്രാഗി നേർന്ന് കഴിയുന്നതിലല്ല പുണ്യം ഇരിക്കും, മറിച്ച് ഞാൻ എന്തിനു വേണ്ടി സഹിക്കുന്നു എന്നറിയാവുന്നവർക്ക് സഹനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. നീഷയുടെ ഒരു പ്രസിദ്ധമായ ചൊല്ലുണ്ട്, ഹീ ഹു നോസ് ദ വൈ ഓഫ് സഫറിങ് നോസ് ദ ഹൗ ഓഫ് സഫറിങ് എന്നാണ്. എന്തിനു വേണ്ടിയാണ് സഹിക്കുന്നത് എന്നറിയാവുന്നവന് എങ്ങനെ സഹിക്കണം എന്നറിയാം. ശരിക്കും അർത്ഥമുള്ളൊരു വാചകമാണ്. എന്തിനു വേണ്ടിയാണ് സഹിക്കുന്നത് നമ്മൾ? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തിനു വേണ്ടിയാണ് സഹിക്കുന്നത്? പ്രത്യക്ഷത്തിൽ നമ്മളിങ്ങനെ സഹിക്കുന്നതിൻ്റെ അർത്ഥം നമുക്കറിയത്തില്ല, മറിച്ച് ആ സഹനത്തെ ഈശോമിശിഹായുടെ കുരിശിനോട് ചേർത്ത് ഞാൻ സഹിക്കുമ്പോൾ ഈശോയുടെ കുരിശിലെ ബലിയെ സജീവമാക്കാൻ, പൂർത്തിയാക്കാൻ തമ്പുരാൻ എൻ്റെ സഹായം തേടുകയാണ് എന്ന് നമുക്ക് ന്യായമായും ചിന്തിക്കാം. അതാണ് കൊളോസ്യ ലേഖനം 1:24 പൗലോസ് അപ്പസ്തോലൻ പറയുന്നത്, മിശിഹായുടെ സഹനത്തിൻ്റെ കുറവിനെ ഞാൻ എൻ്റെ ശരീരത്തിൽ സംവഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതൊക്കെ വലിയ അർത്ഥമുള്ള സത്യങ്ങളാണ്.
സഹിക്കുന്ന മനുഷ്യൻ ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിന്ന് സഹിക്കുമ്പോഴാണ് ഞാനും ഈശോയുടെ കുരിശ് താങ്ങുന്ന ശമയോനായി മാറുകയും. ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. എൻ്റെ ഈ രോഗം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയൊരു ശിക്ഷയല്ല, മറിച്ച് കാൽവരിയിലേക്ക് പതറി നീങ്ങുന്ന ഈശോമിശിഹായുടെ കുരിശിൻ്റെ ഒരറ്റം അവൻ എൻ്റെ തോളിലേക്ക് എടുത്തു വെച്ചതാണ് എൻ്റെ ഈ ക്യാൻസർ രോഗം, അല്ലെങ്കിൽ എൻ്റെ ഈ വിട്ടുമാറാത്ത തലവേദന എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ആ സഹനത്തെ കൂടുതൽ രക്ഷാകരമായി തിരിച്ചറിയാനും അതിനോട് സഹകരിക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. രോഗിലേപനം എന്ന കുദാശയോടൊപ്പം വിശുദ്ധ കുർബാനയും നൽകാറുണ്ടല്ലോ. അത് എങ്ങനെയുള്ളവർക്കാണ് വിശുദ്ധ കുർബാന നൽകുന്നത്? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? രോഗീലേപനം എന്ന കൂദാശയോടൊപ്പം വിശുദ്ധ കുർബാന നൽകുന്നു, സത്യമാണ്. അത് ആർക്കാ നൽകുന്നത് എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കുർബാനയാണ് എന്ന് തിരിച്ചറിയാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ശാരീരിക ക്ഷമത ഉള്ള അവസ്ഥയിലെ വ്യക്തികൾക്കാണ് രോഗീലേപനത്തിൻ്റെ അവസരത്തിൽ വിശുദ്ധ കുർബാന നൽകുക. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളിലേക്ക് ഒരിക്കലും വിശുദ്ധ കുർബാന നൽകാറില്ല, മറിച്ച് വിശുദ്ധ കുർബാനയാണ് താൻ സ്വീകരിക്കുന്നത് എന്നുള്ള ബോധവും അത് സ്വീകരിച്ച്, വിശുദ്ധ കുർബാന ഒരു ഭക്ഷ്യവസ്തുവാണ് എന്ന് നിങ്ങൾക്കറിയാം. അത് ഭക്ഷിക്കാനുള്ളത്, അത് ഭക്ഷിക്കാനുള്ള ശാരീരിക ക്ഷമത ഒരുപക്ഷെ ചവച്ചരയ്ക്കാനൊന്നും പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, വിശുദ്ധ കുർബാനയുടെ ഒരംശം എടുത്ത് വെള്ളത്തിൽ കലക്കി സ്പൂണിലൂടെ വിശുദ്ധ കുർബാനയായിട്ട് അകത്ത് കൊടുക്കാം, അത് ചെയ്യാം. അതിൻ്റെ വലിപ്പമോ ഭക്ഷിക്കുന്ന രീതിയോ ഒന്നും പ്രസക്തമല്ല, മറിച്ച് അതൊരു ഭക്ഷ്യവസ്തുവായതിനാൽ ഭക്ഷ്യം അല്ലെങ്കിൽ പാനീയ രൂപത്തിലെങ്കിലും അത് ശരീരത്തിനുള്ളിലേക്ക് സ്വീകരിക്കാനുള്ള ശാരീരിക ക്ഷമതയുള്ള വ്യക്തികൾക്കാണ് രോഗീലേപനത്തിൻ്റെ അവസരത്തിൽ വിശുദ്ധ കുർബാന കൊടുക്കുക. അല്ലാത്തവർക്ക് വിശുദ്ധ കുർബാന നൽകിയാൽ. ചിലപ്പോഴെങ്കിലും ഈ കുദാശ അനുവർത്തിക്കാൻ പോകുമ്പോൾ വൈദികർ നേടുന്ന വലിയൊരു പ്രശ്നം ഇത് തന്നെയാണ്. അവർക്ക് കുർബാന കൊടുക്കാൻ തുടങ്ങുന്നു, ചിലപ്പോഴത് സ്വീകരിക്കാതെ വരുന്നു, അല്ലെങ്കിൽ അത് പുറത്തേക്ക് തുപ്പുന്നൊരവസ്ഥ. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കൂടുതൽ വിശുദ്ധ കുർബാന അവഹേളിക്കുന്ന ഒരവസ്ഥയായിട്ട് ചിലപ്പോഴൊക്കെ മാറാറില്ലേ പിതാവേ? തീർച്ചയായും അങ്ങനെ ഇതേക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനം വൈദികരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു രോഗിക്ക് ഒരു ഭക്ഷ്യവസ്തു എന്ന നിലയിൽ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളാനാവാത്ത സാഹചര്യത്തിൽ വീട്ടുകാരുടെയൊക്കെ സമ്മർദ്ദം കൊണ്ടാകാം ഒരു വിശുദ്ധ കുർബാന കൊടുക്കാൻ നമ്മൾ വൈദികർ നിർബന്ധിതരാകാറുണ്ട്. ഇനി അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വിചാരിക്കും ആ രോഗിക്ക് സ്വീകരിക്കാൻ പറ്റും എന്ന് വിചാരിച്ച് നൽകിയപ്പോൾ അവരത് തുപ്പിക്കളയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അത് അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം, ഒരു പഞ്ഞിയൊക്കെ ഉപയോഗിച്ച് ആ തുപ്പിയ സ്ഥലത്ത് നിന്ന് വിശുദ്ധ കുർബാന തുടച്ചെടുത്ത് അത് തീയിൽ ദഹിപ്പിച്ച് കളയും. അപ്രകാരം പരിശുദ്ധ കുർബാന ആദരിക്കപ്പെട്ടു അല്ലെങ്കിൽ അത് അവഗണിക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുറപ്പ് വരുത്താൻ അത്തരം സന്ദർഭങ്ങളിൽ വൈദികരായ നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടതാണ് എന്ന കാര്യം കൂടി ഓർക്കും. അതിനോട് ഒരു ചോദ്യം കൂടെ, ഈ ട്യൂബിലൂടെയൊക്കെ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിൽ അവർക്ക് അങ്ങനെ ആ അവസ്ഥയിൽ കൂടെ നമുക്ക് വിശുദ്ധ കുർബാന നൽകുന്നത് തെറ്റാണോ? ഇല്ല, തെറ്റില്ല. കാരണം എന്താണ്, ട്യൂബിലൂടെയാണ് അവരുടെ ഇപ്പോഴത്തെ ഭക്ഷ്യ അവസ്ഥ എന്ന് പറയുന്നത് ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ട്യൂബിലൂടെ വിശുദ്ധ കുർബാനയുടെ ഒരംശം നൽകുന്നത് അനുവദനീയമായ കാര്യം തന്നെ. സഭയിലെ അഭിഷിക്തർ രോഗിലേപനം കൊടുക്കുമ്പോൾ സൗഖ്യപ്പെടുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതര മതസ്ഥർ പ്രാർത്ഥിക്കുമ്പോഴും സൗഖ്യം ലഭിക്കാതായി അവർ അവകാശപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അത് രോഗിലേപനമാകുമോ? അതായത് ഇതര സഭകളിലെ അംഗങ്ങൾ രോഗശാന്തി പ്രാർത്ഥന നടത്തുന്നു, അത് രോഗീലേപനമാണോ? അതാണ് ചോദ്യം, അല്ലേ? യെസ്, ലീലാമ്മ ടീച്ചറുടെ ചോദ്യം വളരെ ഗൗരവമുള്ള ചോദ്യം. രോഗശാന്തി പ്രാർത്ഥനകളും രോഗീലേപനവും രണ്ടും രണ്ടാണ് എപ്പോഴും. അത് കത്തോലിക്കാ സഭയിൽ നടക്കുന്നതാണെങ്കിൽ നമുക്കറിയാം, പല ധ്യാന ശുശ്രൂഷകൾക്കിടയിലൊക്കെ രോഗശാന്തി പ്രാർത്ഥനകൾ നടക്കാറുണ്ട്.
കർത്താവേ ഇപ്പോഴിവിടെ ആയിരിക്കുന്ന രോഗികളെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം കർത്താവേ എന്ന് പറഞ്ഞ് വിശ്വാസികൾ എല്ലാവരും കൂടി സ്തുതിക്കുമ്പോൾ ദൈവം ചില സൗഖ്യത്തിൻ്റെ അടയാളങ്ങൾ അവിടെ വെളിപ്പെടുത്താറുണ്ട്. അത് രോഗീലേപനമല്ല, അത് രോഗശാന്തി ശുശ്രൂഷയാണ്. രോഗീലേപനം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. സഭയിൽ നിശ്ചയിക്കപ്പെട്ട വൈദികൻ അല്ലെങ്കിൽ മെത്രാൻ മാത്രമാണ് രോഗീലേപനം നടത്താൻ അവകാശമുള്ളയാൾ. മെത്രാൻ കൂദാശ ചെയ്ത മൂറോൻ തൈലം അതിന് ഉപയോഗിച്ചിരിക്കണം. അതുപോലെ തന്നെ സഭ നിശ്ചയിച്ചു തന്നിരിക്കുന്ന ആരാധനാക്രമ പ്രാർത്ഥനകൾ, രോഗീലേപനത്തിൻ്റെ ക്രമം കൃത്യമായും വൈദികൻ പാലിച്ചിരിക്കണം. ഇപ്രകാരമാണ് രോഗീലേപനം എന്ന കൂദാശ അനുഷ്ഠിക്കുക. അതേസമയം പുസ്തകം നോക്കി വായിച്ചല്ല രോഗശാന്തി ശുശ്രൂഷ നടത്തും. രോഗശാന്തി ശുശ്രൂഷയിൽ ഇതുപോലെ തൈലാഭിഷേകങ്ങളും ഇല്ല, മൂറോൻ തൈലം ഉപയോഗിച്ചല്ല അവിടെ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇവ രണ്ടും രണ്ട് കാര്യം. രോഗശാന്തി ശുശ്രൂഷകൾ കത്തോലിക്കാ സഭയിൽ മാത്രമല്ല, ഇതര സഭകളിലെല്ലാം തന്നെ ഈ ധ്യാനാവസരങ്ങളിൽ അത് സംഭവിക്കാറുണ്ട്. ചിലത് യഥാർത്ഥത്തിലുള്ള രോഗശാന്തി തന്നെ ലഭിക്കാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ എന്ന് മനസ്സിലാക്കിയാൽ മതി. അതൊരു കൂദാശയല്ല. രോഗീലേപനം ഒരു കൂദാശയാണ്, എന്നാൽ രോഗശാന്തി ശുശ്രൂഷ കൂദാശയല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. പിതാവേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളിൽ കാനാൻകാരിയുടെ മകളെ ഈശോ സുഖപ്പെടുത്തുന്നതായി പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അക്രൈസ്തവനായ ഒരു വ്യക്തിക്ക് രോഗീലേപനം എന്ന കൂദാശയിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് രോഗീലേപനം എന്ന കൂദാശ നൽകാൻ സാധിക്കുമോ? യെസ്, ഈശോ അവിടെ പറഞ്ഞത് നമുക്ക് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുകയല്ല എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം തന്നെയാണത്. അതായത് ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ അളക്കുന്ന ഒരവസരമാണ്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് അതേപടി ഉത്തരം കിട്ടിയാൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ സന്തുഷ്ടരാണ്, അല്ലേ? അതേസമയം ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കോ ദൈവം ഒരു ഉത്തരവും തരാതെ നിശബ്ദമായിരിക്കും. അന്നേരം നമുക്കൊരു വിഷമായി, ദൈവമൊക്കെ ഉണ്ടോ ആർക്കറിയാം. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതിന് ഘടകവിരുദ്ധമായത് സംഭവിക്കും. വീട്ടിലൊരാൾക്ക് ക്യാൻസർ വന്നു, ദൈവമേ ക്യാൻസർ രോഗം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ ആൾ മരിച്ചുപോയി. ഉടനെ നമുക്ക് ഭയങ്കര ദേഷ്യമായി, ഈ ദൈവമൊന്നുമില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഈ ഘടകവിരുദ്ധമായ പ്രതികരണം ദൈവത്തിൽ നിന്നുണ്ടാകുമ്പോഴും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ വിശ്വാസം. കാനാൻകാരിയോട് ഈശോ പ്രതികരിക്കുന്നത് അങ്ങനെയാണ്. അവൾ ചോദിച്ചപ്പോഴും മുഖത്തടിച്ചതുപോലെ ഒരു മറുപടി ഈശോ പറഞ്ഞു. പക്ഷെ അവൾ എന്ത് ചെയ്തു? ഷീ പ്രൂവ്ഡ് ഹെർസെൽഫ് ദാറ്റ് ഷീ ഈസ് ആൻ ആപ്റ്റ് ബിലീവർ. അവൾ എന്താ ചെയ്തത്? അവൾ പറഞ്ഞു, ആയിക്കോട്ടെ ഈശോയെ, മക്കളുടെ അപ്പം മക്കൾക്ക് തന്നെ കൊടുത്തു, പക്ഷെ അതിൻ്റെ മിച്ചം വല്ലോ കഷ്ണം വീണാൽ അത് ഞങ്ങൾക്ക് തന്നുകൂടെ എന്നും ചോദിച്ച് അവൾ ഈശോയോട് പിണങ്ങാതെ നിന്നു. ഈശോ പറഞ്ഞു, ഇതുപോലൊരു വിശ്വാസം ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, വലിയ വിശ്വാസിയാണ് അവൾ, അതുകൊണ്ടാണ് അവൾക്ക് സൗഖ്യം കിട്ടിയത്. ഇനി ജസ്റ്റിൻ്റെ ചോദ്യം, അതിൻ്റെ പേരിൽ അക്രൈസ്തവർക്ക് ഇത് കൊടുക്കാവോ എന്നാണ് ജസ്റ്റിൻ്റെ ചോദ്യം, അല്ലേ? യെസ്, അക്രൈസ്തവർക്ക് രോഗീലേപനം കൊടുക്കാവോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം മറ്റേത് കൂദാശകളും സ്വീകരിക്കുന്നതിന് ഉള്ള ഒന്നാമത്തെ വ്യവസ്ഥ എന്താണ്? മാമോദീസ എന്ന കൂദാശ സ്വീകരിച്ചിരിക്കണം. മാമോദീസ ഒരു വ്യക്തിക്ക് ഈശോയിൽ ഈ കാനാൻകാരി സ്ത്രീയെ പോലെ വിശ്വാസമുണ്ട് എങ്കിൽ ആ വ്യക്തി ആ വിശ്വാസത്തെ ആദ്യമായി പ്രകടമാക്കേണ്ടത് എവിടെയാണ്? മാമോദീസായിൽ. മാമോദീസായിൽ അത് പ്രകടമാക്കി കഴിയുമ്പോഴാണ് ആ വ്യക്തിക്ക് രോഗീലേപനം എന്ന കൂദാശയ്ക്ക് അർഹത കിട്ടുക. അല്ല എങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി രോഗശാന്തി പ്രാർത്ഥനകൾ നടത്തി നമുക്ക് ആശീർവദിക്കാം, പ്രാർത്ഥിക്കാം. രോഗീലേപനം എന്ന കൂദാശയായി ആ കൃപ സ്വീകരിക്കണം എന്നുണ്ട് എങ്കിൽ
വ്യക്തികൾ മാമോദീസായാൽ മുദ്രിതരായിരിക്കണം. പിതാവേ, കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ പാവമോചനമാണ്. വൈദികൻ ഇതിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് ആശീർവദിച്ചാണ് വിടുന്നത്. നമ്മൾ രോഗിലേപനം എന്ന കൂദാശ സ്വീകരിക്കുമ്പോഴും ഇത് തന്നെയാണ്. നിൻ്റെ അധരങ്ങൾ കൊണ്ട് ചെയ്തത്, നിൻ്റെ നയനങ്ങൾ കൊണ്ട് ചെയ്ത്, കരങ്ങൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരുന്നത്. അപ്പം ഫലത്തിൽ രണ്ടും പാവമോചനമാണ് രണ്ട് കൂദാശയിലും പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ പലപ്പോഴും സംശയം തോന്നുന്നുണ്ട്, രണ്ട് കൂദാശയുടെ ആവശ്യമുണ്ടോ? ഒരു കൂദാശ പോരെ, കുമ്പസാരം എന്ന കൂദാശ പോരെ, രോഗിലേപനം എന്ന കൂദാശയുടെ ആവശ്യമുണ്ടോ എന്ന് ഒരു സംശയം സ്വാഭാവികമായിട്ടും വരാം. അതായത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുമ്പസാരം എന്ന കൂദാശയ്ക്ക് പകരമായിട്ടല്ല രോഗീലേപനത്തിലെ പാപമോചനം എന്ന് മനസ്സിലാക്കണം. രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന വ്യക്തിക്ക് ആരോഗ്യം അനുവദിക്കുകയും സുബോധാവസ്ഥയിലാണ് ആ വ്യക്തിയെങ്കിലും എന്തു ചെയ്യണം? ആ വ്യക്തി രോഗീലേപനം സ്വീകരിക്കുന്നതിന് ഒരുക്കമായി കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കണം എന്ന് തന്നെയാണ് സഭ പറയുക. രോഗീലേപനത്തിലെ പാപമോചനത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, ആ വ്യക്തിക്ക് ബോധം നഷ്ടപ്പെടുന്നു, ആ വ്യക്തിക്ക് സംസാരിക്കാനാവാത്ത അവസ്ഥയുണ്ട്. അത്തരം സന്ദർഭങ്ങളിലാണ് ഈ രോഗീലേപനത്തിലെ കൂദാശ എന്തായി മാറുന്നത്? പാപമോചനം നൽകുന്ന കൂദാശയായി മാറുന്നു. അല്ലാതെ കുമ്പസാരം എന്ന കൂദാശയ്ക്ക് പകരമായ ഒരു കൂദാശയായി രോഗീലേപനത്തെ ഒരിക്കലും കാണുന്നില്ല. സഭ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത് ബോധാവസ്ഥയിൽ രോഗീലേപനം സ്വീകരിക്കണമെന്നും ആ സ്വീകരിക്കുന്ന അവസ്ഥയിൽ സാധിക്കുമെങ്കിൽ നല്ല കുമ്പസാരം നടത്തി ഒരുങ്ങി രോഗീലേപനം സ്വീകരിക്കണം എന്നുമാണ് സഭയുടെ നിർദ്ദേശം. ഇനി ഇത് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല. കുമ്പസാരം എന്ന കൂദാശ നമ്മൾക്ക് നഷ്ടപ്പെട്ട വരപ്രസാദം വീണ്ടെടുത്ത് തന്ന് വീണ്ടും പാപങ്ങളിലേക്ക് വീഴാതിരിക്കാനുള്ള കൃപ കൊണ്ട് നിറച്ച് നമ്മളെ ദൈവമക്കളുടെ പദവിയിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. അതേസമയം രോഗീലേപനത്തിലെ ഫലങ്ങൾ വ്യത്യസ്തമാണ്. രോഗീലേപനത്തിൽ ഒരു വ്യക്തിയുടെ ശാരീരിക രോഗങ്ങൾ സുഖപ്പെടേണ്ട ലക്ഷ്യമുണ്ട്. ആ വ്യക്തി മരണത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിത്യജീവൻ ഉറപ്പുവരുത്തുക. ആ വ്യക്തി വീണ്ടും രോഗം തുടരുകയാണ് എങ്കിൽ ഈശോയുടെ കുരിശിനോട് ചേർന്ന് സഹിക്കാനുള്ള കൃപ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ കൂദാശകളുടെ ഫലങ്ങളിൽ അടിസ്ഥാനപരമായി തന്നെ വ്യത്യാസമുണ്ട് എന്നും തിരിച്ചറിയും. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.